നമ്മുടെ ദേവുട്ടിക്ക് ചുമയും പനിയും കള്ള നോട്ടമുണ്ടോ. കഞ്ഞി, നല്ല ചൂട് കഞ്ഞി, പപ്പടം, ചമ്മന്തി. പപ്പടം അതിലേക്ക് പൊട്ടിച്ചൊക്കെ ഇടുന്നു. കൊഹ 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 കൊഹ. ഇവൻ്റെ ചുമയ്ക്ക് നല്ല താളവും ബോധമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്. കുഞ്ഞിന് ഭയങ്കര ക്ഷീണമോ. രാവിലെ ഞാൻ വിചാരിച്ചു സ്കൂളിൽ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ കുഞ്ഞിന് തല പോകുന്നത്. രാവിലെ വെറും വയറ്റില്ല ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത്. അത് 3/4 ഭാഗം കൊടുത്താൽ പറഞ്ഞിട്ട് 3/4 ഭാഗം കൊടുക്കുന്നത്. പക്ഷെ ഇത് കുടിച്ചിട്ട് രാവിലെ 7 മണിക്ക് ഞാൻ കൊടുത്തു വെറും വയറ്റിൽ. എന്നിട്ട് 7:30 1 മണിക്കൂർ അരമണിക്കൂർ തന്നെ കൊടുക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വിളിച്ചിട്ടൊന്നും കുഞ്ഞിന് തല പോകുന്നില്ല. പിന്നെ ഞാൻ ടീച്ചർക്ക് മെസ്സേജ് അയച്ചു. പിന്നെ അതിനിടയ്ക്ക് ഇന്നലെ ഒരു സംഭവം സംഭവിച്ചു. നമ്മൾ ലൈവ് നടക്കുമ്പോഴല്ലേ ദീപുട്ടി ഈ ആവി പിടിച്ചത്. ആവി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മിഷ്യൻ്റെ ബാക്ക് വശം കത്തിപ്പോയി. അപ്പോൾ ആ ആവി പിടിച്ചിരുന്നെങ്കിൽ കുഞ്ഞിന് ഭയങ്കരമായിട്ട് പിന്നെ എന്തോ കരിഞ്ഞങ്ങാണ്. പിന്നെ ആവി പിടിച്ചിരുന്നെങ്കിൽ നല്ല മാറ്റം വന്നതിന് കഫക്കെട്ടിന്. അതായത് ഭയങ്കര ചുമ, കുത്തി ചുമ നമുക്ക് കേട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങ് ചുമയ്ക്കുമ്പോൾ മൊത്തത്തിൽ കുലുങ്ങുമോ. ഓഹോ എത്ര മണിക്കൂർ. ലാസ്റ്റ് വീണ്ടും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയപ്പോൾ മാത്രം ഈ ചുമ കേൾക്കുന്നില്ല. ഭയങ്കര ചുമയാണ്. സങ്കടം വരും നമുക്ക്. എൻ്റെ പൊന്നോ ഇപ്പോഴുള്ള ചുമയും ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കട്ടെ. ഭയങ്കര പ്രശ്നമാണ്. കൊതുക് കൊള്ളണ്ടെന്നോ? എന്ത് കൊള്ളണ്ടെന്ന്? അല്ല പറ, എന്ത് കൊള്ളണ്ടെന്ന് പറയുമ്പോ കൃത്യമായിട്ട് പറയണം, എന്നല്ല എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. പറ. ആരും കൊതുകിന് കുത്തുന്നില്ലല്ലോ. കൊതുക് നമ്മളല്ലേ വന്ന് കുത്തുന്നത്. കൊതുക് കടി കൊള്ളാതിരിക്കുക. ഡെങ്കി ആണല്ലേ. സൂക്ഷിക്കുക. അത് കൊതുക് കടിച്ചാലോ തക്കാളിപ്പനി വരിക? എൻ്റെ പൊന്നോ. കുടിച്ചോ. അപ്പോൾ എല്ലാവരും ഇപ്പോഴുള്ള ഈ കഫക്കെട്ടും പനിയും ഒക്കെ സൂക്ഷിക്കുക. അപ്പം അതേപൂട്ടി അത് കുടിച്ച് ചരിച്ച് കുടിച്ച വെള്ളം കുടിച്ച് തട്ടി പപ്പടമുള്ള പൊടിച്ചിട്ട് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ വെക്കുവാണ്. എന്താ അവിടെ എൻ്റെ മോന്തയ്ക്ക് എന്താ ഇവിടെ പറ്റിയേ? ഇവിടെ പറ്റിയത് പാട്. ഒരു കുരു വന്നു. നിന്നോട് പറഞ്ഞില്ല മുഖത്ത് കുരു വന്ന തൊടരുതെന്ന്? പിന്നെന്താക്കിയതാ? പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? മീശയൊക്കെ വന്നേക്കുന്നു. ഇവിടെ എന്താ വെച്ചു കഞ്ഞി. നിങ്ങൾ വിചാരിക്കും ഇത് ഉള്ളിലിട്ടിട്ട് ഈ ഉടുപ്പ് അടുത്ത മേലിടണം. ഞാൻ നേരെ തിരിച്ചായിട്ട്. പിന്നെ നീ ഇപ്പൊ ഇതെന്താ ഇത് ഇട്ടെന്ന് ഇങ്ങനെ ആലോചിക്കാൻ പോവുകയല്ലേ? എന്തോ ആടി. പിന്നെ കമന്റ് വന്നാലോ? ഇതെന്താ ഇതിങ്ങനെ ഇട്ടേക്കുന്ന ദേവൂട്ടീന്ന്? എൻ്റെ പൊന്നോ. കാണാൻ പോകുന്നതൊക്കെ ഉണ്ട് ദേവൂട്ടീൻ്റെ ചുമക്കിട്ടോ. അപ്പം ശരി എന്നാ എല്ലാവർക്കും ബൈയേ. രാത്രി വൈകുന്നേരം ലൈവ് കാണാൻ. എന്നാടി മോന്തയാക്കിയത്? ചൂടാറുന്നതിന് മുന്നേ കുടിക്കുകയോ?